ബോഡി ഷൈമിങ്ങിന് എതിരെ പ്രതികരിച്ച് ശ്രീകൃഷ്ണന്റെ കഥ അറിയാമോ? ഒരിക്കൽ കൃഷ്ണനും ബലരാമനും വൃന്ദാവനത്തിൽ നിന്നും മധുരയിലേക്ക് പോയപ്പോൾ കംസന്റെ കൊട്ടാരത്തിലേക്ക് കളഭവുമായി കൊണ്ടുപോകുന്ന കൂനി നടക്കുന്ന സ്ത്രീയെ കൃഷ്ണൻ കണ്ടു. ഇതുകണ്ട ഭഗവാൻ കൃഷ്ണൻ കളഭം തൊടുവാൻ മോഹം ഉണ്ടായി. ഈ സമയം അവളെ നോക്കി എല്ലാവരും കൂനി കൂനി എന്ന് കളിയാക്കി വിളിക്കുന്നുണ്ടായിരുന്നു. കാരണം ആ സ്ത്രീ നടക്കുമ്പോൾ ശരീരത്തിന് വളവ് ഉണ്ടായിരുന്നു. എല്ലാവരും കൂനി കൂനി എന്ന് വിളിച്ചപ്പോൾ ഒരാൾ മാത്രം അവളെ ഉറക്കെ ഹേയ് സുന്ദരി. അവളുടെ ജീവിതത്തിൽ ആദ്യമായാണ് ഒരാൾ അവളെ സുന്ദരി എന്ന് വിളിച്ചത് കേൾക്കുന്നത്. അപ്പോൾ അവൾ തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് ഭഗവാൻ കൃഷ്ണൻ മഞ്ഞപ്പട്ട് ഉടുത്ത് മയിൽപീലി എല്ലാം അണിഞ്ഞ് മുന്നിൽ നിൽക്കുന്നു. എന്റെ സുന്ദരി, എനിക്ക് കുറച്ച് കളഭം തരാമോ? സുന്ദര, എന്റെ കയ്യിലുള്ള കളഭം മൊത്തം നിനക്കാണ്. ഇതാ എടുത്തോളൂ. ഭഗവാൻ നല്ല ഗോപിക്കുറി തൊട്ടു. ഒപ്പം ഉള്ള ബലരാമനും കൊടുത്തു. ഭഗവാൻ എന്തെങ്കിലും ഇങ്ങോട്ട് വാങ്ങിയാൽ തിരിച്ചു എന്തെങ്കിലും കൊടുക്കാതെ പോകുന്ന പതിവ് ഇല്ല. കൃഷ്ണൻ തന്റെ കാലിന്റെ പെരുവിരൽ കൊണ്ട് അവളുടെ കാലിൽ ചവിട്ടി പിടിച്ചുകൊണ്ട് അവളുടെ താടിക്ക് ഒരു തട്ടു കൊടുത്തു. ഇത്രനാൾ കൂനി എന്ന് വിളിച്ച് അധിക്ഷേപിച്ചവരെല്ലാം ഇത്രയും മനോഹരിയായ സ്ത്രീയെ മുൻപ് ഒന്നും കണ്ടിട്ടില്ലാത്ത വിധം നോക്കി നിന്നു. ആ സ്ത്രീക്ക് ഏറ്റവും മനോഹരമായ രൂപം ഭഗവാൻ കൊടുത്തു. ഈ ജഗത്തിലുള്ള എല്ലാ വ്യക്തികൾക്കും ഏതെങ്കിലും ഒരു തരത്തിലുള്ള വൈകല്യം തീർച്ചയായും ഉണ്ടാകാറുണ്ട്. ഉദാഹരണത്തിന്, ചിലർക്ക് അധിക വേഗത്തിൽ ഓടുവാൻ കഴിയാറില്ല. എന്നാൽ ചിലർക്കോ അധിക ഭാരം ഉയർത്തുവാനും കഴിയില്ല. ചിലർ അജ്ഞാത രോഗങ്ങളാൽ പീഡിതരാകുമ്പോൾ ചിലർക്കാണെങ്കിൽ പഠിച്ച പാഠങ്ങളൊന്നും തന്നെ സ്മരിക്കുവാനും കഴിയാറില്ല. ഇതുപോലുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ ഇനിയുമുണ്ട്. എന്നാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വ്യക്തിയെ അറിയാമോ? നാം ഉദ്ദേശിച്ചത് എല്ലാം പ്രാപ്തമായ ഒരാൾ. വൈകല്യമുള്ള വ്യക്തികൾ അവരുടെ ആ ഒരു കുറവിനെ മാത്രം തങ്ങളുടെ ജീവിതത്തിന്റെ കേന്ദ്രമായി കരുതിയാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ഹൃദയത്തിൽ ദുഃഖവും അസന്തുഷ്ടിയുമാണ് എപ്പോഴും ഉണ്ടാവുക. വൈകല്യം മനുഷ്യർക്ക് സാധാരണ ജന്മന അല്ലെങ്കിൽ വിധി വൈപരീത്യം മൂലമുണ്ടാകാം. എന്നാൽ വൈകല്യമുള്ള വ്യക്തികൾ ആ കുറവിനെ തങ്ങൾക്ക് കിട്ടിയ ശാപമായി കരുതി ജീവിക്കുന്നു. എങ്കിലും വൈകല്യമുള്ളവരെല്ലാം അത്തരത്തിലുള്ളവരല്ല. തങ്ങളുടെ ആത്മവിശ്വാസത്താലും പ്രയത്നത്താലും അവരുടെ വൈകല്യങ്ങളെ പരാജയപ്പെടുത്തുന്ന വ്യക്തികളുമുണ്ട്. എന്ത് വ്യത്യാസമാണ് അവർക്കും മറ്റുള്ളവർക്കും തമ്മിലുള്ളത്? ഇതേപ്പറ്റി നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇതിന്റെ ഉത്തരം വളരെ സരളമാണ്. ഏതൊരു വ്യക്തിയാണോ വൈകല്യത്തെ പരാജയമായി കാണാതിരിക്കുന്നത്, ഒപ്പം അതിനെ മറികടക്കുവാനുള്ള സാഹസം ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്, അവർ ആ വൈകല്യത്തെ മറികടക്കുന്നതിൽ വിജയിക്കുന്നു. അതിനർത്ഥം വൈകല്യം ഈശ്വരൻ നൽകുന്നത് തന്നെയാണ്. എന്നാൽ ആത്മവിശ്വാസം മനുഷ്യരുടെ മനസ്സ് തന്നെയാണ് നിർമ്മിക്കുന്നത്. ഇതേപ്പറ്റി ഒന്ന് ആലോചിച്ച് നോക്കൂ.